നിഖിൽ ഇനി എന്നും വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ. ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് ഓഫീസിലേക്ക് വരണ്ടല്ലോ. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്താ ശരിക്കും പ്രശ്നം? ഇവന് ജോലി നഷ്ടപ്പെട്ടോ? അങ്ങനല്ല നീള, ഞാൻ പറഞ്ഞു വന്നപ്പോ. നിഖിൽ പറ, എന്താ നിനക്ക് ജോലി നഷ്ടപ്പെട്ടോ? എടാ എനിക്ക് അറിയണമെന്ന് പറ. നിഖിൽ വാ തുറന്നു പറ. അതെ, പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇവളുടെ വയറിനായിരുന്നു പ്രശ്നം, ഇപ്പൊ മാറി. വയറ്റില്ല, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ചക്കപ്പഴം എന്റെ മുറിയിൽ ഇരിക്കുന്നേ ഉള്ളൂ. അതെ, ഈ ചക്കപ്പഴം എങ്ങനെ ഉണ്ടാക്കിയത്? അല്ല പിന്നെ ചക്കപ്പായസം. ചക്കപ്പഴം കൊണ്ട് മീരമേടായിരുന്നു കുക്ക് ചെയ്തത്. സൂപ്പർ ആയിട്ടുണ്ട്. ഇല്ലാത്ത ചക്കപ്പഴം കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കുന്നത്? ഇല്ലാത്ത ചക്കപ്പഴവും ഞങ്ങൾ ഓർഡർ ചെയ്ത ചക്കപ്പഴം ഇന്നലെ നേരത്തെ അവര് കൊടുത്തയച്ചു. പിന്നെ അവര് തന്നെ വിളിച്ചു പറഞ്ഞു കുറെ കൂടി നല്ല ക്വാളിറ്റിയുള്ള ചക്കപ്പഴം വന്നിട്ടുണ്ടെന്ന്. അത് കൊടുത്തുവിടാന്ന്. നമ്പർ 1 തേൻ വരിക്ക. അതുകൊണ്ടാണ് പായസം ഉണ്ടാക്കിയത്. ഒരു രസം കേൾക്കണോ? ആദ്യം വന്ന ചക്കപ്പഴം ആരോ അടിച്ചു മാറ്റി. ആര്? സ്വർണ്ണോ മറ്റോ അടിച്ചു മാറ്റിയോ ഓക്കെ. ചക്കപ്പഴം അടിച്ചു മാറ്റുന്ന ദരിദ്രവാസികളുണ്ടല്ലോ നാട്ടിൽ. അതെ. അയ്യോ, നിഖിൽ നീ എവിടേക്കാ പോകാൻ പോകുന്നത്? ഞാനിവിടെ ഇരിക്കുന്നതാണല്ലോ നിങ്ങൾക്കൊക്കെ പ്രശ്നം. എങ്ങോട്ടെങ്കിലും പോയേക്കാം. അങ്ങനെ നീ ഇപ്പൊ രക്ഷപ്പെട്ട് ഓടണ്ട. ഇത് വല്ലാത്ത ശല്യമായല്ലോ. ആരാ ശല്യം? ഞാനോ? അതോ അമ്മയോ? അതോ മുത്തശ്ശനോ? എനിക്ക് കുറച്ച് സ്വസ്ഥത താന്നില്ലേ? ഞാൻ മിണ്ടാതിരുന്ന നിനക്ക് സ്വസ്ഥത കിട്ടുമോ? എനിക്കറിയേണ്ടത് കൂട്ടുകാർ പറഞ്ഞത് സത്യമാണോ എന്നാണ്. നിഖിലിന്റെ ജോലിക്ക് എന്താ പ്രശ്നം? ഓഫീസിൽ പോകാതെ പലപ്പോഴും നീ എന്തിനാ വീട്ടിൽ അടയിരിക്കുന്നത്? ഒക്കെ ആ ജൂലി മാഡത്തിന്റെ കുഴപ്പ. ചുമ്മാ അവര് ചൂടായിക്കൊണ്ടിരിക്കും, ഒരു കാരണവും വേണ്ട. ഒരു തരം ഹരാസിങ്. നിന്നോട് മാത്രം എന്തിനാ അവരിങ്ങനെ ചൂടാവുന്ന? ആ ഓഫീസിലുള്ള ബാക്കി എല്ലാവരും ഹാപ്പി ആണല്ലോ. അപ്പൊ നീ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്. സത്യം പറ, നിഖിലിന്റെ ജോലി നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടൊന്നുമില്ല. അഥവാ ഈ ജോലി പോയാലെന്താ? വേറെയും കമ്പനികളുണ്ടല്ലോ, എനിക്ക് എക്സ്പീരിയൻസും ഉണ്ട്. പുഷ്പം പോലെ വേറെ ജോബ് കിട്ടും. പുഷ്പം പോലെ ഉള്ള ജോലി കളഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ല്. വെച്ച് നീട്ടിത്തരും എക്സിക്യൂട്ടീവ് പോസ്റ്റ്. നിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി. നിഖിൽ നീ ജോലി നഷ്ടപ്പെട്ടിരിക്കുക. ആണെങ്കിൽ അങ്ങനെ. ഈ വിവരം അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എന്തവസ്ഥ? അമ്മ അറിഞ്ഞ എനിക്കൊന്നുമില്ല. നിഖിലേ, നീ എന്താ പേടിപ്പിക്കുന്നത്? അമ്മ അറിഞ്ഞ എനിക്കൊരു ചുക്കുമില്ലെന്നല്ലേ പറഞ്ഞത്? ഞാനിത് അമ്മയോട് പറയും നിഖിൽ. എന്നാ ചെന്ന് പറ. എനിക്ക് സത്യത്തിൽ ഈ വീട്ടിൽ എന്ത് സ്ഥാനം ഉള്ളത്? ആരെങ്കിലും എന്തെങ്കിലും വില വരുന്നുണ്ടോ എനിക്ക്? ഭാര്യയായ നിനക്ക് പോലെ എന്നെ വിലയില്ല. നിനക്ക് സ്ഥാനമില്ലെങ്കിലേ അതിന് കാരണം നീ തന്നെയാ. ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം പോലും നീ ചെയ്യാറില്ല. ഭാര്യയായി എന്നോട് പോലും നിനക്ക് ഉത്തരവാദിത്തമില്ല. അതിന് നിനക്ക് എന്നേക്കാൾ അടുപ്പം അമ്മയോടല്ലേ? അത് ശരി, ഞങ്ങൾ ഇണക്കത്തിൽ കഴിയുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? മീരാമ്മയെ ഞാനും ടിപ്പിക്കൽ അമ്മായിയമ്മയും മരുമകളെ പോലെ കുസ്തി പിടിക്കണമായിരിക്കും. അതായിരിക്കും നിങ്ങൾ പറയുന്നത്. അമ്മയോട് ഞാൻ പറയാതിരുന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ.
പാവത്തിന്റെ കണ്ണു നിറയുന്നത് എനിക്ക് കാണാൻ വയ്യ. എത്ര തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു, മോനാണ് എന്റെ പ്രതീക്ഷ, അവനാണ് എന്റെ സ്വപ്നമെന്ന്. എന്നിട്ട് ആ മകൻ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തിയിട്ട് മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അറിയുമ്പോ മീരാമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോ പൊട്ടിത്തെറിക്കും, ഇല്ലെങ്കിൽ പൊട്ടിക്കരയും. രണ്ടായാലും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് ഞാനായിട്ട് പറയുന്നില്ല എന്ന് വിചാരിച്ചു. എപ്പോഴാന്ന് വെച്ചാ മോന്തനങ്ങ് പറഞ്ഞാ മതി. അതുകൊണ്ട് മാത്രമല്ല അമ്മയോട് പറയാതിരിക്കുന്നത്. നിന്നോട് ചെറിയ തോതിലാണെങ്കിലും എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. മുത്തശ്ശന്റെ അമ്മയുടെ ഇള്ളക്കുട്ടിയാണല്ലോ നീ ഇപ്പോഴും. ജീവിതത്തെ ഇതുവരെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അതിന്റെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ഇനി നീ സീരിയസ് ആവേണ്ടിയിരിക്കുന്നു. അതിനുള്ള സമയമാണിപ്പോ. ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഒരാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ട ജോലി നീ തിരിച്ചെടുക്കണം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ ആ എല്ലാ റൂട്ടും നീ ശ്രമിക്കണം. ആ ഒരു കണ്ടീഷനിൽ ഇപ്പൊ ഞാൻ അമ്മയെ ഇതൊന്നും അറിയിക്കുന്നില്ല. പക്ഷെ വീണ്ടും നിഖിൽ ഉഴപ്പാനാണ് ഭാവമെങ്കിൽ എനിക്കിത് അമ്മയോട് പറയേണ്ടി വരും. ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. മറക്കണ്ട, ഒരാഴ്ചയാണ് നിനക്കുള്ള സമയം. എന്താ പോകുന്നില്ലേ? വലിയ കിന്നാരമൊന്നും വേണ്ട. ഓ, എന്തൊരു ജാട, വലിയ ഉദ്ഘാടകൻ. അയ്യോ മോളെ, അദ്ദേഹം ഫോൺ എടുക്കാൻ മറന്നുപോയി. അയ്യോ, പോയിട്ടുണ്ടാവില്ല. അമ്മ ചെല്ല്. മോള് കൊണ്ടുപോയി കൊടുക്കാൻ കൊടുത്താൽ ശരിയല്ല. അമ്മ ചെല്ല്. അത് അമ്മേ, ഇതാണൊരു ചാൻസ്. അത് കളയല്ലേ. പോ, ചെല്ല്. അങ്ങനെ അവര് രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടാൻ പോവാ. ഫോൺ, അയ്യോ ഫോൺ എടുത്തില്ലല്ലോ. ഞാനേ ഒരു TV സീരിയലിന്റെ കഥ ഓർത്തു പോയതാ. ഓ, അതെ, ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയതാരാ? ഇവിടുന്നോ? ആ, ഇവിടുന്ന് ആരും ഇറങ്ങി പോയില്ലല്ലോ. എടി കള്ളി, ഞാൻ എന്റെ കണ്ണിന് കണ്ടതാ അരവിന്ദരാജെ. ആരിവിടുന്ന് പോയിന്നാ വിമല പറയുന്ന? ആരായിരുന്നെന്ന് ഞാൻ വ്യക്തമായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ താടി ഉണ്ടായിരുന്നു എന്നൊരു സംശയം. അതിപ്പോ തലയുള്ള മനുഷ്യർക്കെല്ലാം മുഖം ഉണ്ടല്ലോ. മുഖത്ത് മൂക്കും താടിയും ഉണ്ടല്ലോ. അതല്ല, മീശയും താടിയുള്ള ഒരാളാണോ ഇപ്പൊ വന്നിട്ട് പോയത്? വിമല കണ്ടെങ്കിൽ ആളിനോട് തന്നെ ചോദിക്കായിരുന്നില്ലേ ആരാ എന്തിനാ വന്നേന്നൊക്കെ? അത് ഞാൻ ശരിക്കും കണ്ടില്ല, അതുകൊണ്ടാ. ഓ, അപ്പൊ അന്നൊരു ദിവസം രാത്രിയിൽ ജാരൻ വന്നതുപോലെ ആയിരിക്കും അല്ലേ? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഇവിടെ ഇപ്പൊ വന്നിട്ട് പോയത് അരവിന്ദരാജയാണോ എന്നല്ലേ വിമലക്ക് അറിയേണ്ടത്? ആണോ? അതെ, ആയിരുന്നു. ഇനി അദ്ദേഹം എന്തിനാണ് വന്നതെന്നുള്ളത് വിമലയോട് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ നിവർത്തിയില്ലല്ലോ. അതെന്താ? അത്ര വലിയ രഹസ്യമാണത്. അറിഞ്ഞാൽ വിമല ഞെട്ടിപ്പോവും. ഇത്രയും പറഞ്ഞപ്പോഴേ ഞെട്ടി. അപ്പൊ യഥാർത്ഥ സംഭവം അറിഞ്ഞാലോ ഞെട്ടി തരിച്ചു പോവും. ഒരു ക്ലൂ തരാവോ? ക്ലൂ? ആ, ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. ആലോചനയോ? അത് വിവാഹാലോചനയാവാം, നിലവിലുള്ള വിവാഹം ഒഴിയാനുള്ള ആലോചനയാവാം, പുതിയ വീടും സ്ഥലവും വാങ്ങാനുള്ള ആലോചനയാവാം, അങ്ങനെ പലതും ആവാം. ക്ലൂ അല്ലേ വിമല ചോദിച്ചത്? അപ്പൊ എല്ലാം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ ഇത്ര അറിഞ്ഞാ മതി. മീരയ്ക്കായി മാത്രം വാങ്ങിയതാ.
കിട്ടിയാൽ അണിയിച്ചു തരാം. മീര, എന്തു പറ്റി മീര? മീര, മീര നിക്ക്. മീര പറയുന്ന കേക്ക്. എന്ന് ഈ വീട്ടിൽ ഇതാ പതിവ്. മനുഷ്യന് വിശന്ന് വയറ് കരിയുമ്പോ ഒരു വകയുണ്ടാവില്ല കഴിക്കാൻ. അല്ലെങ്കിൽ അമ്മയുടെ വക പാചക പരീക്ഷണങ്ങളായിരിക്കും. ഞാൻ ഈ പറയുന്നൊന്നും മുത്തശ്ശൻ കേൾക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാടാ? ശാപ്പാടുണ്ടാക്കി തരാനെന്ന് എനിക്കറിയാൻ വയ്യ. നിനക്ക് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, ഇല്ലേ? നിങ്ങൾ ഓഫീസിൽ പോയിരിക്കുകയല്ലേ? അമ്മ പിന്നെ പറഞ്ഞിട്ടല്ലോ എങ്ങോട്ടെങ്കിലും പോകുന്നത്. വിശന്നിട്ടാണെങ്കിൽ വയ്യതാനും. ഞാനും വിശന്ന് തന്നെയായിരിക്കുന്നത്. പക്ഷെ ആരോട് പറയേ? ഒന്നല്ലോ. എന്താ അമ്മ ഇത്? എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോണം. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാന്ന് വെച്ചാ ഫ്രിഡ്ജിൽ ബോട്ടിൽ നിറച്ചു വെച്ചിട്ടില്ല. മനഃപൂർവ്വം പട്ടിണിക്ക് ഇടുവാണോന്നോ എന്റെ സംശയം. ഇത് വല്ലാത്ത ശിക്ഷയാണ് അമ്മേ. അമ്മേ, എന്തു പറ്റി അമ്മേ? ഞാൻ അറിയാതെ പറഞ്ഞതാ, സോറി അമ്മേ. അമ്മേ, അമ്മേ, ഞാൻ സോറി പറഞ്ഞില്ലേ അമ്മേ? മീരേ, അവൻ കൊച്ചല്ലേ? വിഷമം കൊണ്ടെന്തോ പറഞ്ഞെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ കരഞ്ഞ് പിന്നെ അവനെ വിഷമിപ്പിക്കാതെ. ക്ഷമിക്കമ്മേ. മതി മതി മതി. ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞ് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കടാ. വേണ്ട വേണ്ട, മാവരിപ്പുണ്ട്, ഞാൻ ദോശ ഉണ്ടാക്കാം. വണ്ടിയൊന്നും വേണ്ട മോനെ, ചെറിയ ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സമയത്തിന് ആഹാരം കഴിക്കണം, ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. അമ്മ വാ, റെസ്റ്റ് എടുക്ക്. ഞാൻ റൂമിൽ കൊണ്ടാക്കാം. വാ, എഴുന്നേക്ക്. പിടിക്കടാ, പതുക്കെ പിടിക്കും. അമ്മ എഴുന്നേക്ക്, വാ. ഞാൻ പിടിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ പതുക്കെ. അമ്മേ, എന്താ പറ്റിയേ? നീ എന്താ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നത്? അമ്മയ്ക്ക് സുഖമില്ലാന്ന് നിഖില് വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റും? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. എന്നിട്ടാണോ തല ചുറ്റി വീണത്? അത് ക്ഷീണം കൊണ്ടാ. പിന്നെ ആദ്യമായിട്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെ ക്ഷീണം ഉണ്ടാവുന്നത്? അമ്മ വന്നേ, നമുക്കൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. BP ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. 2 ദിവസമായി ഉറക്കം ശരിയല്ല, അതിന്റെ ക്ഷീണോ അല്ലാതൊന്നുമില്ല. എന്താ ഉറക്കം കുറയാൻ കാരണം? വല്ലാത്ത ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും. ഇതൊന്നും അല്ല കാരണമെന്ന് അമ്മയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക. പറഞ്ഞത് ശരിയാ, ചിന്തിച്ചു കൂട്ടുകയാണ്. പക്ഷെ അത് ഞാനല്ല, അമ്മയാണെന്ന് മാത്രം. വഴക്കിട്ടു അല്ലേ? എന്താ? അരവിന്ദ് സാറുമായി അമ്മ വഴക്കിട്ടോന്ന്. എന്തിന്? ഞാൻ എന്തിനാ ആരോടെങ്കിലും ആയിട്ട് വഴക്കിടുന്ന? ആരോടെങ്കിലും അല്ല, അരവിന്ദ് സാറുമായിട്ടാണ്. അല്ലെങ്കിൽ അമ്മ പറ. നീ ഓഫീസിൽ നിന്ന് തിരക്കിട്ട് വന്നത് എനിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടാണോ, അതോ എന്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണോ?
കുറച്ച് സമയത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് വിട്. ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. നേരെ സന്ധ്യയായിട്ടും അമ്മ വിളക്ക് കൊളുത്തിയില്ലേ? അമ്മേ, നനയ്ക്കാനെടുത്തപ്പോ അച്ഛന്റെ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടി. അതൊന്ന് തുന്നിച്ചേർക്കാന്ന് വിചാരിച്ചു. വിളക്ക് കൊളുത്തേണ്ട സമയം കഴിഞ്ഞു. അമ്മ മറന്നുപോയതാണോ? നീ കൊളുത്തിക്കോ. എന്ത് പറ്റോ? ഇങ്ങോട്ട് നോക്കിയൊന്ന് തൊഴുക പോലും ചെയ്തില്ലല്ലോ. വീടിനുണ്ടെന്ന് തോന്നുന്നു മൂടും മൂടോഫും ഒക്കെ. ഇന്ന് മൊത്തത്തിൽ മരവിച്ചതുപോലെയാണ് ഈ വീടിന്റെ അന്തരീക്ഷം. വീട്ടമ്മയുടെ മുഖം മങ്ങിയ വീടിന്റെ മുഖവും മങ്ങും. എന്താമ്മേ? അയ്യോ, സൂചി കൊണ്ട് വിരല് മുറിഞ്ഞോ? സന്ധ്യയ്ക്ക് അമ്മ എന്തായി കാണിക്കുന്നേ? സാരമില്ല, ചെന്ന് കൈ കഴുക. കുഴപ്പമില്ല. ഇനി എന്തായാലും ഈ ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. മീരെ വിളിക്കാം. മൊബൈലെടുക്കില്ലല്ലോ. വെച്ചിട്ട് പോടാ. ബാക്കോ. ഒരു ട്രൂ കോളർ വെച്ചെങ്കിലേ പറ്റൂ. വിളിക്കുന്നത് ആരാണെന്ന് അമ്മയ്ക്കറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? എന്നാ എനിക്ക് മനസ്സിലായി ആരാണെന്ന്. അമ്മയ്ക്ക് എന്താ വിളിക്കുമ്പോ ഫോൺ എടുത്താ? ലാൻഡ് ഫോൺ അടിക്കുമ്പോ സാധാരണ അമ്മ എടുക്കാറുണ്ടല്ലോ. എന്നെ വിളിക്കേണ്ടവര് എന്റെ മൊബൈലിലേക്കല്ലേ വിളിക്കേണ്ടത്? അതില് വിളിച്ചിട്ട് അമ്മ എടുക്കാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ ലാൻഡ് ഫോണിൽ ട്രൈ ചെയ്യുന്നത്. ആ, എനിക്കറിഞ്ഞൂടാ. അറ്റൻഡ് ചെയ്യാതിരുന്നാൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കില്ലേ? എല്ലാവരുടെയും എല്ലാ കോളും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാർ ഫുഡ് പോലും കഴിച്ചില്ലല്ലോ. ഗീത ഒന്ന് പോവോ? മീരയുടെ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ, അരവിന്ദ് സാർ എവിടെയാണ്? രാജ് കിച്ചൻ. ഇതാണ് എനിക്കൊരു അഭയസ്ഥാനം. ഞാൻ എത്രയോ തവണയെ സെല്ലിലും ലാൻഡ് ഫോണിലും മാറി മാറി വിളിക്കുന്നു. ഒന്ന് ഫോൺ എടുക്കാൻ കൂടി മീര കൂട്ടാക്കുന്നില്ല. എന്തായാലും വിളിക്കുന്നത് ഞാനാണെന്ന് അറിയാലോ. അതുകൊണ്ടാ അമ്മ ഫോൺ എടുക്കാത്തത്. നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. രണ്ടുപേരും ഒന്നും തുറന്നു പറയുന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഒരു കോണ്ടാക്റ്റും ഇല്ല. ആ അധ്യായം അവസാനിച്ചു എന്നൊരു നിലപാടിലായിരുന്നെങ്കിൽ ഓക്കെ. അവ
അവഗണിക്കാമായിരുന്നു. ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ. രണ്ടാളുടെയും മനസ്സ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ പോലെയാ. മീരാമ്മ ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അരവിന്ദ് സാറിന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാം. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാ? ഫോണിങ്ങിതാ, സ്വസ്ഥത തരണം. ഇതൊരു വീടാണ്. എനിക്ക് എന്റെ കുടുംബമാണ് വലുത്. ദയവേത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഇത് ബുദ്ധിമുട്ടാണ്, മനസ്സിലായെന്ന് കരുതുന്നു. ഹലോ ഹലോ മീര, നിഖിൽ സാറിനെ ഓഫീസിൽ നിന്ന് ഒരു കത്തുണ്ട്. ആ ശരി. സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് നിഖിൽ രേഖാമൂലം സമാധാനം ബോധിപ്പിക്കണം. കൂടാതെ നഷ്ടപരിഹാരമായി 7 ലക്ഷം രൂപ നൽകുകയും വേണം. ആരാ വന്നത്? ആഹാ, കത്തും കൊണ്ട് വന്നതാണ്. കണ്ടിട്ട് ഒഫീഷ്യൽ ലെറ്റർ ആണെന്ന് തോന്നുന്നല്ലോ. എന്താ മോളെ? ആ, എന്താ അതിലെന്ന് പറ. നിഖിലിനുള്ള ലെറ്ററാ. ഓ, അവന് പ്രമോഷനോ മറ്റോ അറിയിച്ചുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കും. വീട്ടിലിരുന്ന് രാപ്പകൽ ജോലി ചെയ്യുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അവന് പ്രമോഷൻ ഉണ്ടാവുമെന്ന്. പുതിയ ശമ്പള സ്കെയിലിന്റെ കാര്യം ഓർഡറിലുണ്ടോ? ഇല്ല. സ്ഥലം മാറ്റം ഉണ്ടാവുമോ മോളെ? സ്ഥലം മാറ്റവും അതൊന്നും ശരിയാവത്തില്ല. ഇപ്പോഴത്തെ ഓഫീസിൽ തന്നെ മതി. ഇനി സ്ഥലം മാറ്റം കൂടിയേ കഴിയുമെങ്കിൽ പ്രമോഷൻ വേണ്ടെന്ന് വെക്കാം. കൺമുമ്പിൽ നിന്ന് അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചുകൊണ്ടുള്ള ഒരു നേട്ടവും വേണ്ട. ജോലിയുടെ ഭാഗമല്ലേ സ്ഥലം മാറ്റം? അതുകൊണ്ട് നിഖിലിനെ എങ്ങോട്ടെങ്കിലും വിട്ടിട്ടുള്ള ഒരു കാര്യവും ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊള്ളാം. ആ, ലെറ്റർ നിഖിലിനെ കൊണ്ട് കാണിക്കുമോളെ. പ്രമോഷനായിട്ട് വേണം ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ ഒരു ഗണപതി ഹോമം നടത്താൻ.